എല്ലാ കൂട്ടുകാർക്കും മനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങി മുരിങ്ങക്കായ്ക്ക് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പുളിങ്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റോടുകൂടി തയ്യാർ ചെയ്തെടുക്കണം നമുക്ക് നോക്കാം. അതിനു മുമ്പായി ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. ഒരു 4 കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അതുപോലെ 3-4 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്കിതൊന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ ഞാനിതൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഇത് വേവിക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാൻ മുളക് പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത്, കാരണം പച്ചമുളകും വറ്റൽമുളകൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 3-4 വെളുത്തുള്ളി ചതച്ചതും, ഒരു തണ്ട് കറിവേപ്പില, ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. കഷ്ണമൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ ഈ മുളകൊക്കെ അത് നല്ല രീതിയിൽ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. ഇനി വേവാൻ ആവശ്യമായ സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് ഒരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായ കുറച്ച് അരപ്പ് തയ്യാറാക്കണം. ഒരു 1/2 ടീസ്പൂൺ അരി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ അളവിൽ കൊത്തമല്ലി. ഇത്രയും നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. എണ്ണ ഒട്ടും ചേർക്കേണ്ട കാര്യമില്ല. ചെറുതീയിലിട്ടിട്ട് നല്ല ബ്രൗൺ കളറിൽ നമുക്ക് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. കൊത്തമല്ലി, മുളകും അരിയൊക്കെ അതുണ്ടോ നല്ല നിറമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 1 കപ്പ് അളവിൽ നാളികേരം കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ നാളികേരം ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എളുപ്പമാവാൻ വേണ്ടി ഇതുപോലെ ചേർത്ത് കൊടുത്താണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണേ. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതുണ്ടോ, കുമ്പളങ്ങിയും മുരിങ്ങക്കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം കറിക്ക് ആവശ്യമായ അളവിലുള്ള ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. പുളിവെള്ളവും ഉപ്പും ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാനുണ്ട്. കഷ്ണത്തിൽ നമ്മുടെ പുളിപ്പും ഉപ്പൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് പിടിക്കണം. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് തിള വന്നോട്ടെ. അപ്പോൾ ഇതിവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് വേറൊരു പാനിൽ വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളക്, അതുപോലെ ചെറിയ ഉള്ളി 4-5 കൊച്ചുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് കടുക് വറുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ തേങ്ങയുടെ ആ ഒരു കൂട്ടൊക്കെ അതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. താളിപ്പ് കൂടെ ചേർത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രുചികരമായ നല്ലൊരു പുളിങ്കറിയുടെ റെസിപ്പിയാണ്. ചോറിന് മാത്രമല്ല കേട്ടോ, ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ സൈഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.